പിടിത്തതെണ്ടും കയ്യും മെയ്യുമെന്നേക്കും വാഴവേ ചെയ്തേ വാഴ വാഴ നമ്മുടെ പാരീക്ഷയെല്ലാം ഭൂമിമേൽ ചെയ്തേ വഴി കുറായി നടക്കവേ നീ വന്നവരോ നാമെല്ലാം ചെയ്തേ അഴിവുകാലം വന്നൊരു അലയും മക്കളെ ചെയ്തേ അഴിയായി വണ്ണം കാത്തരുവാൻ കഴിയുകേ സുഖമാക്കോമൻ ചെയ്തേ മലമെന്നു വേദ്യനം കാത്തി മാറിയെന്നതോ ചെയ്തേ മയിൽ മേലേറി കാലവേണം പന്തലിൽ ചെയ്തേ പാട്ടുടൻ പാടിലൂട്ടുമാലയും ചെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നു തകവേണം മാസമൻ ചെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നിരുന്നരുതാവാസമൻ ചെയ്തേ അലങ്കരിച്ച പന്തലിൽ വന്നരുതരേണം മാസമൻ ചെയ്തേ അലങ്കരിച്ച പന്തലിൽ കഥ മംഗല്യമെന്നതിൻ്റെ ഭംഗി പാർവതിന് എങ്ങും നിറഞ്ഞ കന്നിയങ്ങും അരുൾ തരിക ചുറ്റിലിരിക്കും ജനം കുറ്റം കുറകൾ കണ്ടാൽ പെറ്റ മാതാവെ പോലെ കുറ്റം പൊറുത്തിടണം പെറ്റാർ കുഴലിയാളെ പെറ്റു വളർത്തോരമ്മ കുറ്റോരുതാതനോടു പെട്ടെന്നൊരുത്ത മൊഴി കെട്ടിന്നവൾ കരുത്തു പെട്ടെന്നൊരു ചെറുക്കൻ ഇഷ്ടം വരുമെടുത്ത് ഒട്ടും വൈകാതെ കണ്ട് എന്നാ മൊഴികൾ കെട്ടി തന്നു തിരഞ്ഞുതാതൻ ഇന്നത്തിന്നത്തരികിടതേ തരികിടതേതാതിമതത്തെ ചിത്തത്തകടത്തികിടത്താം തികിതികി തകടത്തികിടത്താം ചിത്തത്താങ്കൃതിത്താതത്താതിത്താതിമതത്തെ അമൃതതീരത്തിലെ വഴി കന്നിയെ കന്നിവാസിക്കും പള്ളി ശരണം അമ്പലത്തിൽ മനം വെല്ലുന്നതാകിയ കതൽ മികച്ച പള്ളി ശരണം മൂലമായുള്ള കടുത്തുരുത്തിയിൽ വാഴും കന്നിമാറിയമേ നിൻ ശരണം ദൈവൈ മലയിടുക്കാകിയ നിലയ്ക്കൽ പള്ളിയിൽ വാഴും മതോമാശ്ലീഹായേ നിൻ ശരണം ദൈവൈ കോട്ടയകത്തിടക്കാറ്റു പള്ളിയിൽ വാഴും മർഗിവാരുഗീസേ നിൻ ശരണം ദൈവൈ എത്തുനാടും കീർത്തി കേട്ട ഉഴവു പള്ളിയിൽ വാഴും അരത്തപ്പാനോസേ നിൻ ശരണം ദൈവൈ കായൽ തീരം കടൽ തീരം മാറ്റുങ്കണമീടും ദേവസ്ത്യാനോസ് സകതാ നിൻ ശരണം ദൈവൈ കാൺമൻ ഗോപിച്ചൊരു പാർമെട്രാഞ്ചിൽ വാഴും ക്രിസ്തു രാജാവേ നിൻ ശരണം ദൈവൈ കാൺമൻ ഗോപിച്ചൊരു പാർമെട്രാഞ്ചിൽ വാഴും ക്രിസ്തു രാജാവേ താകൃതയ്യാത്തയ്യാ തികൃതത്തൈ
Wednesday to Friday, Friday to Sunday, every day is a fun day.
വന്നെടുക്കും പെൺമണനോടെ സമ്മതമോ കൈമണമോ നിക്കര കണ്ണി സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ തട്ടിടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ മനസമ്മതവും കൊതിപ്പോൾ തമ്മിൽ നോട്ടും വിടുമ്പോൾ കാത്തിരുന്നാലും കാത്തിച്ചൊല്ല ചന്ദ്രികയിൽ നീന്തി വരും അമ്മക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകം ചന്ദ്രികയിൽ നീന്തി വരും അമ്മക്കിളി കൊഞ്ചലാണ് നീയും എന്റെ ഗീതകവും വന്നതുക്കും പെൺപറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ വന്നതുക്കും പെൺപറന്നോളെ സമ്മതമോ കന്മതമോ നിൻ കടക്കണ്ണിൽ തട്ടിടുത്തോ എനിക്കിനാവും നീ കണ്ടെടുത്തോ
കണ്ണാടം കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ
നാളികല്ലോ ജനമാ
next program will be the sharing the Onam memories of different ages of life. അതിനുവേണ്ടി ആലഞ്ചേരി ലൂക്കോസ് അങ്കിളിനെ അദ്ദേഹത്തിൻ്റെ ഓണം അനുഭവങ്ങൾ നമുക്കുമായി പങ്കുവെക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തമ്പുരാനെ, President and the Executive Committee members of KCA, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. 1945 മുതൽ 1960 വരെയുള്ള കാലഘട്ടത്തിലെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലൊട്ടാകെ ഓരോ സ്ഥലങ്ങളിലും ഓണാഘോഷങ്ങൾ വെവ്വേറെയാണ്. സകല മലയാളികളും ഒന്നിച്ചു ചേർന്ന് ജാതി മത വർഗ വർണ്ണവ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. ഇതിന് കേരളത്തോളം തന്നെ പഴക്കമുണ്ട്. ഉത്രാടം മുതൽ ചതയം വരെ നീണ്ടു നിൽക്കുന്ന ഇത് നാലാം ദിവസമായ ചതയം തിരുനാളിന് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു. ഈഴവർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ചതയത്തിൻ്റെ തിരുനാളിന് വലിയ പരിപാടികളൊക്കെയാണ്. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അത്തനാളിൽ ഓണം ഇട്ടുകൊണ്ടാണ്, ഓണപ്പൂ ഇട്ടുകൊണ്ടാണ്. ഇത് തിരുവോണ നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. ബാലികമാരും യൗവനപ്രായ എത്തിയ പെൺകുട്ടികളുമാണ് ഇതിൽ മുൻകൈ എടുക്കുന്നത്. മനോഹരമായ പൂക്കളങ്ങൾ നോക്കി നിൽക്കുന്നത് തന്നെ ഒരു വലിയ രസമാണ്. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘടകം ആബാലവൃദ്ധ ജനങ്ങൾ കോടിത്തുണി അല്ലെങ്കിൽ പുതിയ വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ടാണ് ഓണത്തിന് പുറത്തേക്ക് വരിക. നാട്ടിലുള്ള എല്ലാ ജൗളി വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കുമായി പൈസ ഇല്ലാത്തവർ വാങ്ങിയോ ആഭരണങ്ങളോ ആഭരണങ്ങളോ കടം വാങ്ങിയോ അല്ല സ്ഥലം പണയം വെച്ചോ തിരുവോണം ആഘോഷിക്കണം എന്നുള്ളതാണ് നിയമം. ക്രിസ്ത്യൻസ് ഉൾപ്പെടെയുള്ള എല്ലാ വീടുകളിലും തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ഒരു വലിയ ഫീസ്റ്റാണ്. നിങ്ങൾ കേട്ട് കാണും, ഉത്രാടനാൾ ഉച്ച കഴിയുമ്പോൾ അച്ഛമാർക്കെല്ലാം വെപ്രാളം. എന്തുകൊണ്ടെന്നാൽ പിറ്റേ ദിവസം അവരവിടുത്തെ കാരണവന്മാർക്ക് വേണ്ടി അല്ലാത്തവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കേണ്ടതാണ്. മിക്കവാറും എല്ലാ ഹിന്ദുക്കളുടെ വീടുകളിലും, പ്രത്യേകിച്ച് ധനാഢ്യരായവരുടെ വീടുകളിൽ സാധാരണക്കാർക്കും വറുപരികൾക്കും അപ്പുറം പല വിധത്തിലുള്ള പഴങ്ങൾ, പപ്പടങ്ങൾ, പായസങ്ങൾ മുതലായവയും ഉണ്ടായിരിക്കും. അന്നത്തെ കാലത്തെ വേറൊരു പ്രത്യേകത ഓണത്തിൻ്റെ പകർച്ചകൾ, പ്രത്യേകിച്ച് വിവിധ കറികൾ, പപ്പടങ്ങൾ, പഴങ്ങൾ, പായസങ്ങൾ മുതലായവ ഹിന്ദുക്കൾ അവരുടെ വീട്ടിൽ നിന്നും
ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഇത് വളരെ അടുത്തിടപഴകുന്ന, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ പെസഹായ്ക്ക് ഇന്ദ്രിയപ്പം കൊടുത്തിരുന്നവരാണ് ഈ പകർച്ചയും പിന്നെ വിഷുവോടെയും കൊടുത്തുവിടുന്നത്. ചെറുപ്പക്കാരുടെ ക്ലോസ് ഫ്രണ്ട്സിനെ ഓണത്തിനും ക്രിസ്മസിനും വിളിച്ച് സൽക്കരിച്ചിരിക്കുന്ന ഒരു പാരമ്പര്യമായിരുന്നു അന്ന്. അതൊക്കെ ആൾപ്പാടെ മാറിപ്പോയെന്നാണ് എൻ്റെ അറിവ്. ഓണക്കളികൾ, ഓണപരീക്ഷ കഴിഞ്ഞാൽ അവധി ആരംഭിക്കുകയാണ്. അന്ന് മുതൽ കുട്ടികൾ കളികളുടെ മൂഡിലാണ്. തിരുവോണം അടുക്കും തോറും വാശിയും വീറും കൂടിക്കൊണ്ടിരിക്കും. അന്ന് പ്രചാരത്തിലിരുന്ന കുട്ടിയും കൊല്ലും കളി, തലപ്പന്ത്, നാടൻ പന്ത്, കൈപ്പന്ത്, കാൽപന്ത്, വട്ടുകളി, ഗുസ്തിപിടുത്തം എന്ന ആൺകുട്ടികളും, തിരുവാതിര കളി, അമ്മാനമാടൽ മുതലായവ പെൺകുട്ടികളുടെയും കളിയായിരുന്നു. മുതിർന്ന പുരുഷന്മാർ ഓട്ടം, ചാട്ടം, സൈക്കിൾ റേസ്, വടംവലി, ചീട്ടുകളി എന്നിവയിൽ മുഴുകുമ്പോൾ സ്ത്രീകൾ തിരുവാതിര കളി, കുമ്മിയടി, കോലടി മുതലായവയിൽ വ്യാപൃതരാകും. ഓണക്കോടിയുള്ള തരുണാമണികളുടെ തിരുവാതിര കളിയും മറ്റും കാണാൻ എന്തൊരു രസമായിരുന്നറിയാമോ? അങ്ങനെ ഏറ്റവും പോപ്പുലറും വാശിയേറിയ കളിയായിരുന്നത് പകിടക്കളിയാണ്. പകിടക്കളി കാണാത്തവരുണ്ടോ അവിടെ? പകിടക്കളി കണ്ടവരുണ്ടോ അവിടെ ആരെങ്കിലും? ഈ പറഞ്ഞ കളികളെല്ലാം കരപ്രദേശങ്ങളായിരുന്നു. പക്ഷേ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും കുട്ടനാടൻ പ്രദേശങ്ങളിലും പ്രധാനമായ ഉള്ള കളി വള്ളംകളിയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ സ്ത്രീകൾക്കായിട്ട് ആകെ ഒരു കളി മാത്രമായിരുന്നു തിരുവാതിര കളി. നിങ്ങൾ കേട്ടിട്ടുണ്ടായും, ഉത്രാട ദിനത്തിൽ കോട്ടയത്തെ താഴ്ത്തങ്ങാടിയിൽ വള്ളംകളിയുണ്ട്. ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് കളി കാണാൻ പോയ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അയവിറക്കാനേ സാധിക്കുകയുള്ളൂ. നന്ദി, നമസ്കാരം. ഓണാനുഭവങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിനായി നമ്മുടെ പ്രസിഡന്റ് മിസ്റ്റർ സിബി കാരക്കാടലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. We have heard Mahabali's story and symbolic importance of celebrating Onam in every Onam celebration. But people from different generations may not have heard how other generations celebrated Onam during their childhood. Certainly, this will be good information for new generation who are born and brought up here. So my speech is more geared towards them. I will share my memory on how I celebrated Onam and Onam season as a child in a small town called Iruvimangalam in Kerala, maybe from 1975 to 1985. For kids, my story may seem like a chapter from Laura Ingalls Wilder book. Onam comes at the end of the rainy season. Also, it is just after the first midterm examination in the school. We had 2 midterm examinations, one just before the Onam and one just before the Christmas. Then the final exam come in the March, just before the school end. Certainly, Onam season was a happy time for the kids. Exam is over. No worries about homework or teachers spanking in the palm or buttock or pinching in the ear. The first thing I did on the Thiruvonam day was to create the Pookalam in front of our house. I went with my brother to the neighboring field to collect small flowers like yellow mukitippuva,
white tumbapoo, and other wild flowers. We also collected different colored seeds from wheat grass called pondapulla from the paddy field. Either we make a circular pookalam or we will make a butterfly with flowers. Next thing I have to do is to get a chena, a round big potato from the field. We have to remove the skin from the chena. It would make my hand scratch if I do it with my hand. Since we have a creek in front of my house with running water, I put the chena in the creek and scratch it with a long spoon called tavi to remove the skin. Once the skin is removed, chena looks beautiful with red color. We serve Onam Sadhya in a Vadaila, so we go to the field again and collect 8 to 10 good Vadaila yen from Nyalippuvan or Palangudan Vada, just 2 different kind of Vada. We 7 kids sat on the floor to eat and our mother or older sister served the food. The special item for the Onam was chene erisheri, mattanga erisheri, sambar and other vegetable curries along with the payasam with the fried coconut and ellu. Ellu is a black seed. We only had vegetable curries with Onam Sadhya. With the stomach full of food, we lay down for a while and listen to the Vallankali commentary or other Onam programs through the radio. We have a public library called Vijaya Library near Manu, a mile and a half from my house. They conduct sports competition that evening. A group of kids from our neighborhood will then go to the Vijaya Library. We'll watch a relay, 1500-meter race and other competitions. Once it becomes dark, they have some cultural programs. The one item I still remember is the Villadichan Paattu. No other time I have seen that. Once we had that during the KCA DFW Onam celebration. The instrument is a big bow with bells on the bow and string. A few older chantants tap the string to make the bell ring and they sing song along with that. Once that is over, we would go home. A few more days we would play Talaman with Olapandu made from coconut leaves or Kuttingolum or Teepandu, etc. Soon 10 days would be over. We will go back to the school. Happiness would turn into sadness. One by one, teachers would come with the answer paper and hand over the exam result. Kids with the highest mark, usually teachers or son or daughters, show their proud achievements, and kids who fail await for the spanking from the teachers and parents. It was a sad time for me since I never used to pass any subject until I was in the 8th grade. So Onam memory gives me a mixed feeling of happiness and sadness as a child. Thank you. Last generation Onam memories with us. Subin, please come to the stage. എല്ലാവർക്കും ഓണ ആശംസകൾ. പുതിയ ജനറേഷനിലെ ഓണം ഇത്രയ്ക്ക് ലെങ്തി അല്ല. ഒരുപാട് കാര്യങ്ങളൊന്നും ഓണത്തെപ്പറ്റി പറയാനില്ല. എന്നാലും കുറച്ച് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ചെറുപ്പത്തിലെ ഓണാവധി എല്ലാവരും എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അവധിയാണ്. നമുക്കറിയാം, നമ്മൾ കസിൻസിൻ്റെ വീട്ടിൽ പോകുന്നു, അമ്മ വീട്ടിൽ പോകുന്നു, അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നു, പറമ്പിൽ കൂടെയൊക്കെ പോയി പൂ പറിക്കുന്നു, അതിന് അടുത്തുള്ള വീടുകളിലൊക്കെ പോകുന്നു, എന്തെങ്കിലും ചെറിയൊരു അത്തപ്പൂവൊക്കെ ഇടുന്നു. പിന്നെ ഞങ്ങളുടെ കൈപ്പുഴ നീണ്ടൊരു ഭാഗത്ത് കാണാറുള്ളൊരു കാര്യമാണ്, ഓണക്കാലത്ത് കാണാറുള്ളൊരിതാണ് കലന്തല്ലി പൊട്ടീര്. എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയത്തില്ല. കലം ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അത് കണ്ണ് കെട്ടിയിട്ട് ആൾക്കാർ അത് പൊട്ടിക്കാൻ നോക്കുന്നു. ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും പോകുന്നത്, ചിലപ്പോൾ ആൾക്കാർക്കിട്ടടിക്കും. അത് ഭയങ്കര ഒരു രസകരമായൊരു കാഴ്ചയാണ്. അതുപോലെ വേറൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വാഴക്കയറ്റം. അതായത് വാഴ നടുക്കിങ്ങനെ വെച്ചിട്ട് അതിൽ എണ്ണ തേക്കും, ആൾക്കാരത് കയറാൻ നോക്കും. അതും ഇതുപോലെ തന്നെ കാണാൻ വളരെ രസമുള്ളൊരു കാര്യമാണ്. ആൾക്കാർ സ്ലിപ്പ് ചെയ്ത് താഴെ പോകുന്നു, കയറാൻ ശ്രമിക്കുന്നു, വീണ്ടും പോകുന്നു, അങ്ങനത്തെ ഒരു കാഴ്ച. അങ്ങനെ എല്ലാവരും കൂടിയുള്ള ഒരു ഓണമാണ് ചെറുപ്പത്തിലെ ഒരു ഓണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റീസെൻ്റായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അത്തപ്പൂ ഇടുന്ന പരിപാടിയൊക്കെ വളരെ കുറഞ്ഞു. സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ ഓഫീസുകൾ, അസോസിയേഷൻ, അങ്ങനെ എന്തിൻ്റെയും ഭാഗമായിട്ട് ഒരു ഓണാഘോഷം.
ഓണാഘോഷം ഇതുപോലെ പൂ പറിക്കുന്ന പരിപാടിയൊന്നുമില്ല. നമ്മൾ പൂ ഓർഡർ ചെയ്യുന്നു, രാവിലെ പോയി പിക്ക് ചെയ്യുന്നു, ഓണത്തിന് ജസ്റ്റ് ഒരു പൂ ഇടുന്നു. അതുപോലെ തന്നെ സദ്യയൊക്കെ ആണെങ്കിലും ഇപ്പം യൂഷ്വലി ഓർഡർ ചെയ്യുകയാണ്. വീടുകളിൽ ചെറുതായിട്ടുണ്ടാക്കുന്നു, പക്ഷേ പണ്ടത്തെ അത്രയും ഇതൊന്നുമില്ല. പിന്നെ ചെറിയ രീതിയിൽ എല്ലാവരും തന്നെ ഓണത്തിൻ്റെ അന്ന് പിന്നെ ബേസിക്കലി ഇപ്പം നടക്കുന്നത് ടി വി ആണ്. ഏഷ്യാനെറ്റും സൂര്യയും അല്ലെങ്കിൽ എല്ലാ ചാനലിലും ഒരു പുതിയ മൂവി ഓണത്തിൻ്റെ അന്ന് റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓണത്തിന് അഡ്വർടൈസ് ചെയ്യുന്നു. എല്ലാവരും ടി വിയുടെ അകത്താണ്. ആർക്കും പുറത്തിറങ്ങാൻ സമയമില്ല. ഈ മൂവി കാണാത്തവർ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം അന്ന് മൂവിക്കകത്തായിരിക്കും. പിന്നെ നമ്മൾ കേൾക്കാറുണ്ട് ചാലക്കുടി ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹരിപ്പാട് ലീഡ് ചെയ്യുന്നു. നമ്മളോർക്കും എന്തിനാണ് ലീഡ് ചെയ്യുന്നത്? ലിക്കർ സെയിൽസിൻ്റെ ലീഡിംഗ് ആണ്. 29 ലക്ഷം ചാലക്കുടി, 27 ലക്ഷം ഹരിപ്പാട് അല്ലെങ്കിൽ മൂവാറ്റുപുഴ. അങ്ങനെ ലിക്കർ സെയിൽസിൻ്റെ ഒരു ഓണ മത്സരം നടക്കാറുണ്ട് ചില ടൗണുകളിൽ. ഓരോ ബിവറേജ് ഷോപ്പിൻ്റെ സെയിൽസ് ഇപ്പോഴും ഫ്ലാഷ് ന്യൂസായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം. ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അങ്ങനത്തെ ഒരു ഓണമാണ് ഇവിടെ നടക്കുന്നത്. ടി വിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ബാറുകളിൽ അങ്ങനെ ഒക്കെ ഒതുങ്ങി കൂടിയിരിക്കുന്ന ഒരു ഓണമായി മാറിയിരിക്കുകയാണ്. ആ ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും എല്ലാവരും കൂടി പിള്ളേരും എല്ലാവരുമായിട്ട് നടക്കുന്ന ഒരു ഓണം ഇപ്പോൾ വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഓണം വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. താങ്ക് യു സുബിൻ. ഈ ഓണാവസരത്തിൽ നമ്മുടെ മാവേലി മന്നന് നമ്മളോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേൾക്കാം. അതിനായി മാവേലി തമ്പുരാനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രജകൾക്കും ആദ്യമായി ഞാൻ ഓണാശംസകൾ നേരുന്നു. എൻ്റെ പ്രജകൾക്കെല്ലാം ഇവിടെ സുഖമാണോ? സുഖമാണോ? നമ്മുടെ പ്രജകൾക്കെല്ലാം ഇവിടെ സുഖമാണോ? ഓക്കെ, താങ്ക് യു. ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ കഴിഞ്ഞ വർഷം വരെ കേരളത്തിലായിരുന്നു ഓണം ആഘോഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഓണത്തിന് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ പ്രജകളെല്ലാം വളരെ കഷ്ടത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ കാരണം റബ്ബർ കിട്ടുന്നില്ല, 10 പൈസ കയ്യിലില്ല. 10 പൈസ ആരോടെങ്കിലും വായ്പ ചോദിച്ചാൽ ഓപ്പറേഷൻ കുബേര എന്ന കാരണത്താൽ ആരും 10 പൈസ വായ്പ തരുന്നില്ല. എന്നാൽ ഉള്ള കാശിന് 2 സ്മോൾ അടിച്ച് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചാൽ എള്ളോളമില്ല കണ്ടുപിടിക്കാൻ 2 ബാറ് പോലും എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണെങ്കിലും നമ്മുടെ അങ്ങനെ ഒരു വിഷമിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡാലസിലുള്ള ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് ആൾക്കാരെല്ലാവരും കൂടി നമ്മുടെ അടുത്ത് വന്ന് നമ്മളോട് ഇവിടെ നമുക്ക് പ്രായത്തിൽ ഓണം ആഘോഷിക്കണമെന്ന് പറയുകയും ആ ക്ഷണം ഞാൻ സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. എന്താണേലും ഇവിടെ എന്നെ ക്ഷണിച്ച് ഇവിടെ എത്തിച്ച എല്ലാ ഡാലസ് ജ്ഞാനായ അസോസിയേഷൻ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത വർഷവും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓണം ആഘോഷിക്കാൻ നമുക്ക് അവസരം തന്നിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഓണത്തിൻ്റെ അവസരങ്ങളിൽ പോലും ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുകയും വളരെയേറെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകളെ, ലോകത്തെമ്പാടുമുള്ള ആളുകളെ ഓർത്ത് അവരുടെ ആ സഹനങ്ങളോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതം എത്ര മെച്ചമാണ് എന്നുള്ളത് അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനും സ്നേഹസമ്പന്നമായ ദൈവമേ, മറ്റ് പല ആളുകളെക്കാൾ ഉപരിയായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് അനുഗ്രഹവും ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഓരോ ദിവസവും നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ പരിപാലനയ്ക്ക് നന്ദി പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി ഇന്ന് ഈ ദിവസം ഇവിടെ ചെലവഴിക്കുവാനും മത്സരങ്ങളും സന്തോഷകരമായ അനുഭവങ്ങളുമായിട്ട് ഇവിടെ ചെലവഴിക്കുവാനും അങ്ങയുടെ സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകമായ ഓണത്തെ അനുസ്മരിക്കുവാനും അവസരമൊരുക്കിയതിന് അവർ നന്ദി പറയുന്നു.
ഇന്ന് അങ്ങയുടെ തൃക്കരങ്ങൾ കൊണ്ട് ഞങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടുകൂടി നന്ദിയോടുകൂടി ഇത് അനുഭവിക്കുമ്പോൾ അങ്ങയുടെ രാജ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ശക്തിയായി ഇത് മാറട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോടുകൂടി ഈ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇത് ഒരുക്കുവാൻ വേണ്ടി അധ്വാനിച്ചവരെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹം നൽകി അവർക്കും ആവശ്യമായ അനുഗ്രഹം നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവമധ്യനായ ക്രിസ്തുരാജൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.